നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴല്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് ഓർമ്മപ്പെടുത്തി, അൽ മുസ്ലിമോ മൻ സലിമൽ മുസ്ലിമൂന. ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഐഡന്റിറ്റി അവൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല, മറ്റൊരാളെ സങ്കടത്തിന് ഓൻ കാരണമായിട്ടുണ്ടാവില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ഒരു മനസ്സും അവൻ കരയിപ്പിച്ചിട്ടുണ്ടാവില്ല. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗത്തും അള്ളാഹു പറഞ്ഞില്ലേ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്നവർക്കും അവഹേളിക്കുന്നവർക്കും നാശം. എന്താ കാരണം? ഒരടി അടിച്ച അതിന്റെ വേദന, അതിന്റെ തണുപ്പ് അല്ലെങ്കിൽ തരിപ്പ് മാറുന്നത് വരെ ഉള്ളൂ. പക്ഷെ ഇന്നും ഈ ഇരിക്കുന്ന പല അമ്മമാരെയും ബാപ്പാരെയും മനസ്സിൽ പലരെയും വാക്കുണ്ട്, മുറിഞ്ഞ മനസ്സുണ്ട്. പലരും വാവിട്ട് നാവുണ്ടുകൊണ്ട് പറഞ്ഞ വാക്കിന്റെ പേരിൽ ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്നവരുണ്ട്. കാരണം വാക്കുകളെ കൊണ്ട് മുറിഞ്ഞ മനസ്സിന് ലോകത്തൊരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. ഹഫ്സാ ബീവിനെ കുള്ളത്തീന്ന് വിളിച്ച റസൂലുള്ളാന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ ഹബീബ് അന്ന് വരെ കോപിക്കാത്ത റസൂലുള്ള ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആയിഷ, നീ തട്ടിത്തെറിപ്പിച്ച ഭക്ഷണവും ആ ഭക്ഷണത്തിന്റെ പാത്രവും ഒരു പക്ഷേ ഹഫ്സ ക്ഷമിച്ചേക്കും. പക്ഷേ ആയിഷ, നീ ആ വിളിച്ച കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോകുമായിരുന്നു ആയിഷ. എന്തേ ആയിഷ ബീവി പറഞ്ഞിട്ടുള്ളൂ? ഹഫ്സാ ബീവിന്റെ ശരീരപ്രകൃതി കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഇച്ചിരി ചായ്വ് കൂടുതലല്ലേ നബിയെ. വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം. നാവുകളെ കൊണ്ട് മുറിഞ്ഞ മനസ്സുകൾ. ഒരു മനുഷ്യൻ ഏറ്റവും നല്ലോനാവുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമ്മൾ കാരണം ഒരാളും സങ്കടപ്പെടുന്നില്ല, ഒരാളെയും നമ്മൾ കരയിപ്പിച്ചിട്ടില്ല എന്ന് തീരുമാനിക്കുമ്പോഴാ. ഇന്ന് ആ ഒരു ചിന്ത നമ്മളൊന്ന് സ്വഭാവത്തിൽ നടപ്പിലാക്കുക, വലിയ സമാധാന മനസ്സിനുണ്ടാകുക. ഞാൻ പലപ്പോഴും എന്റെ കഥ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറയാറുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഇന്നുവരെ ഒരു സങ്കടപ്പെടുത്തിയതായിട്ട് എനിക്കറിയാല. പ്രസംഗത്തിൽ ചിലപ്പം ഖുറാഫാത്തിനെ പറ്റിയും ഷിർക്കിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിലർ തെറി വിളിക്കും, അത് കുറ്റം പറച്ചിലാന്ന് പറയുമെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെയോ ഒരാളെയോ ഒരു കുടുംബത്തിനെയോ എന്തിന് ഒരാളെ എന്തെങ്കിലും കേൾക്കാൻ നിൽക്കുമ്പോൾ പോലും, ഞാനൊരു അധ്യാപകനാ, എന്റെ സ്കൂളിലെ സഹപ്രവർത്തകർ സംസാരിക്കുമ്പോൾ പോലും ഞാൻ പറയാറുണ്ട്, അതങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ പതുക്കെ എഴുന്നേറ്റ് മാറിപ്പോകും. കാരണം നിങ്ങൾ പാപിയാകണമെങ്കിൽ തീല വകാല കേൾക്കാനിരുന്നാ മതി. നമ്മളെ മനസ്സിൽ നിൽക്കൂലത്, നമ്മളെ മനസ്സിൽ നിൽക്കൂല. ഒരാൾ നമ്മളെ മുഖത്തേക്കൊക്കെ ഒരു ചിരിയോ ഒരു നോട്ടോ അങ്ങനെ നോക്കുമ്പോൾ ചിലരെ മനസ്സിങ്ങനെ പെടയും. അതുകൊണ്ടാ അവരെ പറ്റി നമ്മൾ എന്തോ പറഞ്ഞതുപോലെ അറിഞ്ഞോന്നുള്ള ബേജാറാ. ആ ബേജാറ് മനസ്സിലുണ്ടാക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളെ നാവ് നിയന്ത്രിക്കാത്തതുകൊണ്ട്, നമ്മളെ സംസാരം നന്നാവാത്തതുകൊണ്ട്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും തമ്മിൽ എന്തോ ഒരു ചെറിയ കശപിശുണ്ടായി. ആ കശപിശന്റെ ഇടക്ക് അബൂദർ റളിയല്ലാഹു അൻഹു ഒറ്റ വിളിയാ ബിലാലിനെ, കറുത്തവളുടെ മകനെ. അത് വിളിച്ചു പോയ ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു വാ പൊത്തി പിടിച്ചു, പറഞ്ഞു പോയല്ലോ എന്നായിപ്പോയി. കേട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണൊന്ന് നിറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒന്നും തിരിച്ചു പറഞ്ഞില്ല, അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അബൂദറിന് തെറ്റ് ബോധ്യപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് താങ്കൾ പറയണം ബിലാലിനോട് നിന്റെ വാപ്പാനെ വിളിച്ചോളാൻ. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ വിളിക്കൂലട്ടോ. ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ റസൂലേ, ഞാൻ എന്റെ കവിള് മണലിൽ ഇങ്ങനെ ചരിച്ചു വെക്കാം, എന്റെ വലത്തെ കവിള് നോക്കിയിട്ട് ബിലാലിനോട് കാലെടുത്ത് ചവിട്ടാൻ പറയണം. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദറിനെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല അബൂദറേ, ഞാനത് അള്ളാഹുവിന്റെ അരികിലേക്ക് വിട്ടു, പടച്ചോൻ എനിക്ക് പൂർത്തിയാക്കി. ആലോചിച്ച് നോക്കി മനുഷ്യരെ, പറഞ്ഞ വാക്കുകൊണ്ട് വേദനിച്ചൊരു മനസ്സിന്റെ സങ്കടം ആരോടും കൂടിയാ പറയുന്നത്. മര്യക്കളുടെ സ്വഭാവം നോക്കിയിട്ടും മര്യക്കളുടെ സമ്പത്ത് നോക്കിയിട്ടും മര്യക്കളുടെ കുടുംബം നോക്കിയിട്ടും കുത്തുവാക്ക് പറയുന്ന ഉമ്മാരുണ്ട്. ഈ ഉമ്മാരെ തെറി പറയുന്നവരും ഉമ്മാന്റെ കുറ്റം സ്വന്തം വരെ പോയി പറയുന്ന പെമ്മക്കുട്ടികളുണ്ട്. ഞാൻ ആക്ഷേപിക്കല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോഴേക്കും കായും പൂയും വെച്ച് തെറി വിളിക്കുന്ന ആണുങ്ങളുണ്ട്. റോഡിന് സൈഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും, അതല്ലെങ്കിൽ എതിരെ വരുന്ന ഒന്ന് ബൾബ് മിന്നിച്ചിട്ടില്ലെങ്കിൽ പോലും തെറി വിളിക്കുന്നവരുണ്ട്. എന്നിട്ട് നമ്മൾ മനസ്സ് പറയെന്താ, അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടല്ലേ? അല്ല, സിബാബിൽ മുസ്ലിം ഫുസൂഖുൻ. ഒരിക്കലും ഒരു വിശ്വാസി ഒരിക്കലും ഈ ദുനിയാവിൽ മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ച സ്വഭാവത്തിന്റെ ഉടമകളാകാൻ പാടില്ല. ഒരാളുടെ പണം കൊണ്ടോ പദവി നോക്കിയോ ഒരാളെയും നമ്മൾ സ്നേഹിക്കാനും പാടില്ല. എന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാകും, ആളും തരവും നോക്കിയിട്ടൊക്കെ ബന്ധം ചേരുന്നവരുണ്ട്. അത്യാവശ്യം കുടുംബത്തിൽ പൈസ ഉള്ള മൂത്താപ്പയാണെ മൂത്താപ്പാന്റെ പൊരയിലെ സുന്നത്ത് കല്യാണത്തിന് വരെ ചോദിക്കാണ്ട് ആൾക്കാർ പോകും സമ്മാനവുമായിട്ട്. എന്നാ ഇളയോനോ
ഓൻ നാട്ടിൽ എങ്ങനെങ്കിലും ദിവസക്കൂലിക്ക് ജീവിക്കുന്നവനാണ്. ഓനെ ചെന്നോക്കാൻ ആരും ഉണ്ടാവില്ല. പൈസ ഉള്ളവന്റെ അടുത്തേക്ക് പോകാനും പണമുള്ളവന്റെ സൗഹൃദം കൂടാനും ബന്ധം കൂടാനും ഒക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. ആളും തരവും നോക്കിയിട്ട് ആ കല്യാണങ്ങളിൽ പോലും ക്ഷണം നടക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ലേ, ചിലപ്പോ 3 ദിവസമൊക്കെയാ കല്യാണം. എന്നിട്ട് ആൾക്കാർ പറയും അതെന്തുകൊണ്ടാ? അത് ഓരോ ദറജ തിരിച്ചതാ. വെള്ളിയാഴ്ച ഒരു കൂട്ടര്, ശനിയാഴ്ച വേറൊരു കൂട്ടര്, ഞായറാഴ്ച വേറൊരു കൂട്ടര്, 3 കൂട്ടർക്കും 3 ഐറ്റം ഭക്ഷണം. ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവര്, പെരുമാറുന്നവര്, ഇങ്ങനെ പല നിലക്കും ആളുകൾ പോകുമ്പോ ഒരിക്കലും ദുനിയാവിലെ ഒരാളുടെ വലുപ്പം കണ്ടിട്ടോ ഒരാളുടെ ജീവിത വിജയം കണ്ടിട്ടോ നമ്മൾ ഒരാളോട് ആ നിലക്കുള്ള സ്വഭാവമോ ആ നിലക്കുള്ള ഒരു രീതിയോ പ്രകടിപ്പിക്കാൻ പാടില്ല. കാരണം പടച്ചോൻ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. ഈ ദുനിയാവിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ഈ ദുനിയാവിന് അല്ലാഹു തആല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ചിറങ്ങുമ്പം ആ പള്ളിയുടെ മുൻഭാഗത്തൊരു ആട്ടിൻകുട്ടി ചത്ത് കിടക്കുന്നത് കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് ആർക്കെങ്കിലും 2 ദീനാറിന് വേണോ? സഹാബത്ത് പറഞ്ഞു, നബിയെ, ചത്ത ആട്ടിൻകുട്ടീനെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വെറുതെ എടുത്തോ, ആരെങ്കിലും ഇത് വെറുതെ കൊണ്ടുപോയിക്കോ. ഉടനെ സഹാബാക്കൾ ചിലര് ആ ആട്ടിൻകുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു, നബിയെ, പുഴു അടയ്ക്കുന്നുണ്ട്, അതിന്റെ ചെവി ഇങ്ങനെ കൂർത്തിട്ടാ. അറബികൾക്കൊരു വിശ്വാസമുണ്ട്, ആട്ടിൻകുട്ടി ജനിക്കുമ്പോ അതിന്റെ ചെവി ഇങ്ങനെ ചെന്നായകളെ പോലെ കൂർത്തതാണെങ്കിൽ ആടുകളെ മേയാൻ വിട്ടപ്പോ ഏതോ ചെന്നായ ഇണചേർന്നുണ്ടായ ഒരു ആടാണ്, അതുകൊണ്ട് അങ്ങനെ ചെവി കാണുമ്പോഴേക്കും അവർ ആട്ടിൻകുട്ടീനെ അടിച്ചു കൊല്ലുമായിരുന്നു. അത് അവർക്കൊരു അറപ്പായിരുന്നു. അങ്ങനെ അറപ്പോട് ആരോ കുണ്ടട്ട ഒരു ആട്ടുകുട്ടിയല്ലേ നബിയെ, ഇതിനെ ഒപ്പങ്ങൾ വിലക്ക് തരാ, വെറുതെ തരാന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിൻകുട്ടീനെ അങ്ങനെ നോക്കി കരയും. സഹാബത്ത് ചോദിക്കും, റസൂൽ നിങ്ങൾ എന്തിനാ കരയുന്നത്? ആട്ടിൻകുട്ടിയുടെ ആ ഒരു മരിച്ചുപോയതുകൊണ്ട്, ചത്തുപോയതുകൊണ്ടാണോ? റസൂലുള്ള പറയും, അല്ല, ഈ ചത്തു പുഴു വളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. ഈ ചത്തു പുഴു വളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിട്ടില്ല. പിന്നെ ദുനിയാവിലെ 10 ഏക്കർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പോരിശയുള്ളത്? പിന്നെ 10-50 പവനുണ്ട് എന്ത് പോരിശയാ ദുനിയാവിലുള്ളത്? അല്ല ദുനിയാവിന് വില കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവ് മലപ്പുറം ജില്ലയല്ല, മഞ്ചേരിയല്ല, മലപ്പുറം അല്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പ്രപഞ്ചത്തിന് പടച്ചോൻ കൊടുത്തിട്ടില്ല ഒരു ചത്ത ആട്ടിൻകുട്ടീന്റെ വില. അങ്ങനെ എങ്ങാനും റബ്ബ് ഈ ദുനിയാവിന് കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നിഷേധികളായ റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്ത ഒരാൾക്കൊരു തുള്ളി വെള്ളം പടച്ചോൻ കൊടുക്കൂല. പിന്നെന്തേ പടച്ചോങ്ങൾക്ക് ദുനിയാവും പണവും സമ്പത്തും വെള്ളമൊക്കെ തന്ന്? അല്ല ദുനിയാവിന് വലിയ വിലയൊന്നും ഇട്ടിട്ടില്ല. ആ ദുനിയാവിന് ആ വിലങ്ങൾ കരുതേം വേണ്ട. കാരണം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പം മഞ്ചേരിയും മലപ്പുറവും മണ്ണും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ പൊളിഞ്ഞു വീണതിന്റെ ഓരോ സിമന്റ് കട്ട പോലും ഈ ദുനിയാവിൽ ഉണ്ടാവും. കാരണം അള്ളാന്റെ ദുനിയാവിനെ പടച്ചോൻ പിടിച്ച് പൊടിച്ചു കളഞ്ഞ് അവസാനം പടച്ചോൻ ആ ഒരു രീതി തന്നെ ആക്കി നിർത്തുമ്പോ ഈ ദുനിയാവിന്റെ മേലെ ജീവിച്ച നമുക്ക് അള്ളാന്റെ മുൻപിൽ പറയാൻ ജീവിച്ച കാലത്തെ കണക്കേണ്ടാവും. പൈസന്റെയും സ്ഥാനത്തിന്റെയും ഒന്നും കണക്കുണ്ടാവൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞതും ഇന്ന മിമ്മ അഖാഫു അലൈക്കും മിൻ ബഅദി,